അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് എവിടെയെന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അതാ നോക്കിയേ, കണ്ടിട്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു പ്ലേസുമായിട്ട് സാമ്യത തോന്നുന്നുണ്ടോ? നമ്മുടെ വാഗമണ്ണിലെ പൈൻ ഫോറസ്റ്റോ അല്ലെങ്കിൽ കൊടൈക്കനാലിലെ പൈൻ ഫോറസ്റ്റോ ഒന്നുമല്ല. ഇത് നമ്മളെ ട്രിവാൻഡ്രത്തുള്ള ഒരു സ്ഥലമാണ്. എന്താണെന്നൊക്കെ പറഞ്ഞുതരാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം കേട്ടോ. ഈ സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ പാലോടിനടുത്ത് പാണയം റിസർവ് ഫോറസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ പൈൻ മരങ്ങൾ കാര്യങ്ങളൊന്നുമല്ല, ഇത് അക്കേഷ്യ മരങ്ങളാണ്. ഒരുപാട് അക്കേഷ്യ മരങ്ങൾ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ്. നമുക്ക് ആ ഒരു പൈൻ ഫോറസ്റ്റിലൊക്കെ പോയ ആ ഒരു ഫീലാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ വാഗമണ്ണിലോ കൊടൈക്കനാലിലോ പൈൻ ഫോറസ്റ്റ് ഒന്നുമല്ല, പക്ഷേ അതിൻ്റെ ഒരു ഫീൽ കിട്ടുന്ന ഒരു പ്ലേസാണ്. എന്ത് രസമാണെന്ന് നോക്കി ബേക്കിലേക്ക് കാണാൻ പറ്റുന്നത്, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വണ്ടിയൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വരാം കേട്ടോ. വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബൈക്ക് അങ്ങനെയുള്ള വണ്ടികളൊക്കെ കൊണ്ടുവരാം. ഇതുപോലുള്ള ഒരു ചരൽ നിറഞ്ഞ ഒരു വഴിയാണ് കേട്ടോ. നല്ല രസമാണ്. നമ്മൾ നേരത്തെ നിന്ന് ഷൂട്ട് ചെയ്ത് അവിടെയാണ്. അവിടെ നിന്ന് കുറച്ച് താഴോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്ക് വഴി ഒരു രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് കുറച്ച് ദൂരം പോകാൻ നമ്മൾ അധികമൊന്നും അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം. എങ്ങോട്ട് തിരിഞ്ഞാലും ഈ ഒരു അക്കേഷ്യ മരങ്ങളാണ്. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ സത്യം പറഞ്ഞാൽ ആ ഒരു നമ്മുടെ വാഗമണ്ണിലൊക്കെ ആ ഒരു എന്താണ് പൈൻ ഫോറസ്റ്റ് പോകുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. നമുക്ക് കുറച്ചൊന്ന് ഫ്രണ്ടിലൂടെ നടന്നു പോകാം. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നറിയാമല്ലോ. അപ്പോൾ അതെ, ഇവിടെ വന്നപ്പോഴത്തേക്ക് ഒരു കാഴ്ച ഉണ്ട്. വേറെ ഒന്നുമല്ല, ഇതുപോലെ മണ്ണൊക്കെ ഇങ്ങനെ ഇളകി കിടക്കുകയാണ്. എനിക്ക് തോന്നുന്നു പന്നി കയറി അക്രമം കാണിച്ചാണ് തോന്നുന്നത് കേട്ടോ. പന്നി തന്നെയാണോ എന്താണെന്നൊരു പിടുത്തില്ല. അത് നോക്കി, ഫുള്ള് മേഞ്ഞൊക്കെയാണ് കിടന്ന്. ഇല്ലതാ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചുകൂടെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ചെറിയൊരു ഇടവഴി ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആ വലതൂർ സൈഡിലോട്ട് പോകുന്നത്, പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടൊരു വിഷമിക്കുന്നൊരു കാര്യം, നമ്മുടെ മിക്ക പ്ലേസുകളിൽ പോയാലും, ഹിഡനായിട്ടുള്ള പ്ലേസുകളിലായാലും അല്ലാതെ കുറച്ച് പോപ്പുലറായിട്ടുള്ള പ്ലേസുകളിൽ പോയാലും ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയാലും കാണാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ് ഇവിടെ ഉള്ളത്. അത് നോക്കി, ഞെട്ടല്ലേ കേട്ടാ. എൻ്റെ മോനെ കണ്ട, ഫുള്ള് ബിയർ ബോട്ടിൽ, പ്ലാസ്റ്റിക് കുപ്പി, അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് നടക്കുന്നത്. ഇതില്ല ഹരിതകർമ്മസേനക്കാർ എവിടെ കൂട്ടി വയ്ക്കത്തില്ലേ, അതുപോലെ തന്നെയാണ് കിടക്കുന്നത്. നോക്കി, ഫുള്ള് ഈ പ്ലാസ്റ്റിക്കും അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയാണ്. മദ്യപന്മാർ ഒരുപാട് വരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. നമുക്കെന്തായാലും മേലോട്ട് തന്നെ പോവാം. മേലോട്ട് പോയി വേറെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല. ഈ ഒരു ഫോറസ്റ്റ്, ഈ ഒരു പൈൻ ഫോറസ്റ്റ് പോലെയുള്ള ഒരു ആംബിയൻസ് തന്നെയാണ്. വേറൊന്നുമില്ല അത്ര തന്നെ. ചെറിയൊരു ആംബിയൻസ് കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ വന്നത് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലപോലെ ചില്ലടിച്ചിട്ട് പോകാൻ പറ്റും. കുറച്ച് നേരം, ഒരു ഭയങ്കര വലിയ സെറ്റപ്പ് ഒന്നും പറഞ്ഞറില്ല കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ ചെറിയ രീതിയിൽ വന്ന് ചെറിയൊരു ആംബിയൻസ്, ഈ ഒരു പൈൻ ഫോറസ്റ്റ് അല്ലല്ലോ, ഈ ഒരു അക്കേഷ്യ മരത്തിൻ്റെ ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് പയ്യെ അങ്ങ് പോവാം. വേറൊന്നും പ്രത്യേകിച്ച് കാണാനോ കാര്യങ്ങളൊന്നുമില്ല. ഇത് തന്നെയാണ്, കണ്ടില്ലേ? ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു മൺവഴി കാണാം. ഈ മൺവഴി കുറച്ചങ്ങ് കയറി വന്ന് ഇങ്ങനെയുള്ള ചെറിയ കാഴ്ചകൾ കാണാം. പിന്നെ കുറച്ചങ്ങ് താഴോട്ട് പോകാനുണ്ട്. അവിടെ ചെല്ലുമ്പോൾ 2ആയിട്ട് വഴി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ ചെറുതായിട്ട് ഒന്ന് വൈബടിച്ച് പോകാൻ പറ്റുന്നൊരു സ്ഥലം. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇവിടെ അടുത്തൊരു ചെല്ലഞ്ചി പാലം ഉണ്ട്. അത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പോയി വീഡിയോ എടുക്കാൻ. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം. അപ്പോൾ ഈ വീഡിയോയുടെ കൂടെ തന്നെ നമുക്ക് ആ ചെല്ലഞ്ചി പാലത്തിൻ്റെ വീഡിയോയുടെ ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ നേരെ നമുക്കിനി ചെല്ലഞ്ചി പാലത്തിലോട്ട് പോകാം.
കുറച്ച് താഴോട്ട് വന്ന വേറൊരു പ്ലേസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ പാണയുമായി ബന്ധപ്പെട്ട സ്ഥലം തന്നെയാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറച്ച് വിചിത്രമായ മരങ്ങൾ കാണാൻ പറ്റും. അത് നോക്കി കണ്ടില്ലേ, ചില ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ കാണും പോലത്തെ ആ ഒരു മരമാണ്. ഒന്ന് ഇവിടെയുണ്ട്, ഒന്നിതാ നേരെ കാണുന്ന അവിടെയുണ്ട്, ഒന്നിതാ എവിടെ അവിടെയുണ്ട്. എന്തായാലും കൊള്ളാം കേട്ടോ. വലിയ സെറ്റപ്പൊന്നും അല്ല, എന്നാലും ചെറിയ രീതിയിൽ വന്ന് ചില്ലടിച്ചിട്ട് പോകാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ആ ഒരു ചെല്ലഞ്ചി പാലം ഉണ്ടല്ലോ, ചെല്ലഞ്ചി പാലത്തിലോട്ട് പോയിട്ട് അവിടെ കൂടി ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ചെല്ലഞ്ചി പാലം. ഞാൻ വിചാരിച്ചു ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം 1-2 ഫാമിലീസ് വന്ന് പാലം കാണാൻ നിൽക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര വലിയ സെറ്റപ്പൊന്നുമല്ല, വെള്ളം കുറവാണ്. ഇനി നമുക്ക് പറ്റുമെങ്കിൽ ഒന്ന് പാലത്തിൻ്റെ അടിയിലോട്ടൊന്ന് പോകാം. താഴോട്ടൊന്ന് പോയിട്ട് പാലത്തിൻ്റെ താഴെ നിന്ന് മേലോട്ടുള്ള കാഴ്ച എന്താണെന്ന് ഞാൻ നോക്കി. വലിയ സെറ്റപ്പും തിരക്കോ വണ്ടിയുള്ള തിരക്കോ ഒന്നുമില്ല. പക്ഷേ റോഡുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിതിട്ടിട്ടുണ്ട്. നമ്മൾ വന്ന വഴിയിലെ റോഡായാലും ഈ പാലമായാലും നല്ല വീതിയിൽ ഒരു നല്ല ഭയങ്കര ഒരു രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു MC റോഡിൻ്റെയൊക്കെ ആ ഒരു വീതി ഉണ്ടെന്ന് തോന്നുന്നു പാലം കണ്ടിട്ട്. പാലത്തിൻ്റെ ഇവിടെ നിന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇത് ഒരു സൈഡാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് പോകുന്നത്. വെള്ളം അത്യാവശ്യം കുറവാണ്, എന്നാലും വലിയ കുഴപ്പമില്ല. എൻ്റെ അമ്പോ പട്ടികളെ പോയി താഴെ പോകണോ? താഴെ മൊത്തം പട്ടികളാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ആ ഒരു നദി, അടിയിലുള്ള നദി ഒഴുകി പോകുന്നത്. പറ്റുമെങ്കിൽ നമുക്കൊന്ന് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. താഴോട്ടൊന്ന് ഇറങ്ങി നോക്കിയിട്ട് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഇറങ്ങാൻ പറ്റുമെങ്കിൽ അവിടുത്തെ കാഴ്ചയിലൂടെ ഒന്ന് കാഴ്ച തരാം. അപ്പോൾ പാലത്തിൻ്റെ ഞങ്ങൾ നിന്നതിൻ്റെ ഇപ്പുറത്തെ സൈഡ് വന്നിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് അതിനേക്കാൾ മനോഹര കാഴ്ചയാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റിലാണ് ഈ പാലം നിൽക്കുന്നത്. നോക്കിയാൽ എന്തുമാത്രം ഹൈറ്റിലാണ് നിൽക്കുന്നത് നോക്കിയാൽ. അവിടെ കുറച്ച് പേര് ഇത് കുളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സൈസ് നമ്മൾ നിൽക്കുന്ന ആ ഒരു ഹൈറ്റ് കൂടെ ആകുമ്പോഴത്തേക്കും മനസ്സിലാവും എങ്ങനെയാണ്. ഇവിടെ നിന്ന് അപ്പുറ സൈഡേക്കാളും ഇവിടെ നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ. അടിപൊളി, താടിറങ്ങി കുളിക്കാനൊക്കെ പറ്റുന്നൊരു സ്ഥലമാണ്. സത്യം പറഞ്ഞാൽ പാലത്തിൽ നിൽക്കുമ്പോഴേ ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ നോക്കി ഏകദേശം എന്താ അവിടെ കാണുന്നതാണ് ആ ഒരു പാലം വരുന്നത്. ഭയങ്കര വലിയൊരു പാലമാണ്, നല്ല ഹൈറ്റിലാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാണയം റിസർവ് ഫോറസ്റ്റിൻ്റെയും ആ ഒരു ചെല്ലഞ്ചി പാലത്തിൻ്റെയൊക്കെ കാഴ്ച കാണാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ കൊടുക്കുക. അപ്പോൾ ഇനിയൊരു ഇതുപോലത്തുള്ള ഹിഡൻ സ്പോട്ടുകളല്ല, അധികം പോപ്പുലർ അല്ലാത്ത സ്പോട്ടുകൾ വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു കിടക്കാച്ചി വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.